ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതപ്പെടുത്തുന്ന രംഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ ജീവിത ശൈലി, സ്വഭാവ മഹിമ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മദ്ഹ് പറഞ്ഞുകൊണ്ട് പറയുന്നു, വകാന യഖ്സിഫുൻ നഅല, ചെരുപ്പ് പൊട്ടിയാൽ മുത്തുനബി തന്നെ സ്വന്തമായി തന്റെ ചെരുപ്പ് തുന്നാറുണ്ട്. മുത്തുനബിയെ ഇത്തിബാഅ് ചെയ്യണം, പിൻപറ്റണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിലെല്ലാം അവിടുത്തെ പിൻപറ്റേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വയർഖഉ സൗബ, വസ്ത്രം കീറിയാൽ, തുന്നേണ്ടി വന്നാൽ അവിടുന്ന് തന്നെ അത് തുന്നാറുണ്ട്. ചെരുപ്പ് പൊട്ടിയാൽ അത് നന്നാക്കാറുണ്ട്. വയഖ്ദിമു ഫീ മിഹ്നത്തി അഹ്ലിഹി, അവിടുത്തെ ഭാര്യമാരുടെ കൂടെ അടുക്കള ജോലിയിൽ സഹായിക്കാറുണ്ട്, അവിടുന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. വയഖ്തഉൽ ലഹ്മ മഅഹുന്ന, മാംസം ഇറച്ചി മുറിക്കുകയാണെങ്കിൽ ഭാര്യമാർക്ക് കൂടെ നിന്നുകൊണ്ട് അവിടുന്ന് മുറിച്ചു കൊടുക്കാറുണ്ട്. വകാന അശദ്ദന്നാസി ഹയാഅ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ലജ്ജയുള്ളയാളായിരുന്നു. ലാ യസ്ബുതു ബസറുഹു ഫീ വജ്ഹി അഹദിൻ, അവിടത്തെ കണ്ണ് ഒരാളെ ഇങ്ങനെ തുറിച്ചു നോക്കുക എന്നത് ഒരിക്കലും ഉണ്ടാവാറില്ല, ലജ്ജ കാരണമായിട്ട്. എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രത്യേകത എന്താണ്? വിനയ സ്വഭാവമാണ്. വയുജീബു ദഅവത്തൽ അബ്ദി വൽ ഹർരി, ആര് അവിടുത്തെ ക്ഷണിച്ചാലും അവിടുന്ന് ആ ക്ഷണം സ്വീകരിക്കാറുണ്ട്. അതെ, സൽക്കാരത്തിന് അടിമ ക്ഷണിച്ചാലും, സ്വതന്ത്രന്മാർ ക്ഷണിച്ചാലും, വലിയവർ ക്ഷണിച്ചാലും, ചെറിയവർ ക്ഷണിച്ചാലും, VIP ക്ഷണിച്ചാലും, സാധുക്കൾ ക്ഷണിച്ചാലും അവിടുന്ന് ആ ക്ഷണം സ്വീകരിച്ച് പോവാറുണ്ട്. അവിടുത്തെ സ്വഭാവമായിരുന്നു ക്ഷണം സ്വീകരിക്കുക എന്നത്. അതുപോലെ വയഖ്ബലുൽ ഹദിയത, ആരെങ്കിലും എന്തെങ്കിലും ഹദിയ കൊടുത്തയച്ചാല്, അത് എന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ആരെങ്കിലും അവിടുത്തെ ആദരിച്ചുകൊണ്ട് എന്തെങ്കിലും വസ്തു കൊടുത്താല് അത് സ്വീകരിക്കും, ആ കൊടുക്കുന്നവരുടെ മനസ്സിൽ തൃപ്തി വരുത്തുന്നത് വരെ. അതുപോലെ സാധുവായ മനുഷ്യൻ അവിടുത്തെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ മുത്തുനബി അവിടേക്ക് പോകും. അത് മുതലാളിമാരെ വീട്ടിലേക്ക് പോകൂ, ഇന്നയാളെ വീട്ടിലേക്ക് പോകൂ എന്നില്ല. ആര് ഹദിയ കൊടുത്താലും, ചെറിയ വസ്തുവാണെങ്കിലും, വലോ അന്നഹാ ജുർഅത ലബൻ, ഒരു പാലിന്റെ അല്പമാണെങ്കിലും അത് സ്വീകരിക്കും.